എനിക്ക് വീണ്ടും ഒരവസരം ലഭിച്ചാൽ UDF ഗവൺമെന്റ് ഇവിടെ വരും എന്നുള്ള ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ടുകൂടി പറയട്ടെ, പുതിയ സ്കൂളുകളിൽ അഡീഷണൽ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി ബാച്ചുകൾ ഞങ്ങൾ അനുവദിക്കും. മാത്രമല്ല, പല സ്കൂളുകളെയും നിലവിൽ ഹൈസ്കൂളുകളാണുള്ളത്, അത് ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് നാഗലശ്ശേരി സ്കൂള്, മറ്റൊന്നാണ് കക്കാട്ടിരി സ്കൂള്, മറ്റൊന്നാണ് കോതച്ചിറ സ്കൂള്, നാഗലശ്ശേരി സ്കൂള്, അതുപോലെ തന്നെ കൂടല്ലൂർ സ്കൂള്, കൊടുമുണ്ട സ്കൂള്. ഇത് മൂന്നും നിലവിൽ ഹൈസ്കൂളുകളാണ്. ഈ 3 ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. കക്കാട്ടിരി സ്കൂള്, കോതച്ചിറ സ്കൂള് അടക്കമുള്ള സ്കൂളുകളെ ഹൈസ്കൂളുകളായിട്ട് അപ്ഗ്രേഡ് ചെയ്യും. ആ നിലയിലുള്ള മാറ്റം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാലിശ്ശേരിയിലെ ഡയാലിസിസ് സെന്റർ 25 മെഷീനെങ്കിലുമുള്ള വിപുലമായിട്ടുള്ള കേന്ദ്രമായിട്ട് ഉയർത്താൻ സാധിക്കും. അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ സത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ഒരു വികസനം ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. തൃത്താല ആശുപത്രിയിൽ ഒരു കെട്ടിടം ഉണ്ടായിട്ടുണ്ട്, നല്ല കാര്യമാണ്, ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അപ്പോഴും തൃത്താല ആശുപത്രി ഒരു ഫാമിലി ഹെൽത്ത് സെന്ററായി തുടരുകയാണ്. ഈ 5 വർഷത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ പോലും ഒരു പുതിയ തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതൊരു പക്ഷേ മറ്റ് MLA മാർക്കും കഴിയുമായിരിക്കും. ഇവിടെ ഇപ്പം ഇവിടുത്തെ 5 വർഷത്തെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് അവകാശപ്പെടുന്ന കോടികളെക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഒറ്റപ്പാലത്ത് അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഷൊർണൂരിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഫണ്ടിന്റെ ആകെ വോള്യം, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1000 കോടി അവകാശപ്പെട്ടതിൽ 300 കോടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് നാടിന് വേണ്ടി ഇത്തരത്തിലുള്ള നയപരമായിട്ടുള്ള ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.